സ്നേഹമുള്ളവരെ, നമ്മൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തെ ധ്യാനിക്കുകയും അഭിഷേകം സ്വീകരിക്കുകയുമാണ്. പ്രത്യേകിച്ച് ഈശോ കുരിശിൽ പറഞ്ഞ ഓരോ വചനവും നമ്മളിൽ അഭിഷേകമാകാൻ, ആ വചനം നമുക്കൊരു പുതിയ കൃപയെ തരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിക്കുന്ന വചനം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വചനം. യേശു വിന്നാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. യേശു പറയുന്ന വചനം ഇതാണ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പല അർത്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ട അർത്ഥം ഇതാണ്, പൂർണ്ണതയിൽ എല്ലാം ചെയ്തു, എല്ലാം കൊടുത്തു എന്ന് വെച്ചാൽ ഒന്നാമത്തെ അർത്ഥം ഇതാണ്, ഇനി മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല, എല്ലാം പൂർത്തിയാക്കി പിതാവേ, എല്ലാം പൂർത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, അതിനാൽ കുരിശിൽ നമ്മൾ കാണുന്നത് രക്ഷയുടെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് നല്ല കല്ലിനോട് പറഞ്ഞത്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. രക്ഷ പൂർണ്ണമായി എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ പാപത്തിൻ്റെ ഫലമായി വന്ന പാപത്തിൻ്റെ ഫലമായി വന്ന എല്ലാ അതുകൊണ്ടാണ് വചനം പറയുന്നത്, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് വെച്ചാൽ യേശുവിൽ എല്ലാ ശിക്ഷയും എല്ലാം പൂർണ്ണമായി. ഇനി പാപത്തിന് അധികാരമില്ല. അധികാരം മുഴുവനും, പാപത്തിൻ്റെ സ്വാധീനവും അധികാരവും എല്ലാം ഈ കുരിശോടുകൂടെ പൂർണ്ണമാവുകയാണ്. ഇനി അധികാരമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരാൾ വന്ന് കുമ്പസാരത്തിൽ മുട്ടുകുത്തുമ്പോൾ അവിടെ നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, യേശുവിൻ്റെ അധികാരത്തിൽ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ആ പാപത്തിന് അവൻ്റെ മേൽ അധികാരമില്ല. ആ പാപം പൂർണ്ണമായിട്ട് മാറിപ്പോയി എന്ന് സഭ പഠിപ്പിക്കുക. അപ്പം അതിൻ്റെ കാരണം എന്താണ്? അവൻ്റെ കാരണം യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ രക്ഷ പൂർണ്ണമായി. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം നമ്മൾ ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിലാണ്. അപ്പസ്തോല പ്രവർത്തനം പ്രിയപ്പെട്ടവരെ 3-ാമത്തെ അധ്യായം. അവിടെ എന്നാൽ ഇവയെല്ലാം സഹിക്കണമെന്ന് പ്രവാചകൻ വഴി ദൈവം മുൻകൂട്ടി അരുളി ചെയ്തത് അവിടുന്ന് ഇങ്ങനെ പൂർത്തിയാക്കി. അപ്പോൾ 2 വചനങ്ങൾ, അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 18-ാമത്തെ വചനവും അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 29-ാമത്തെ വചനവും നമ്മൾ ധ്യാനിച്ചാൽ അത് മനസ്സിലാകും. 29-ാമത്തെ വചനം ഇങ്ങനെയാണ്, അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി കല്ലറയിൽ സംസ്കരിച്ചു. ശ്രദ്ധിക്കുക ആ വചനം, അവനെക്കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി അവനെ കല്ലറയിൽ സംസ്കരിച്ചു. അവനെക്കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം എന്ന് വെച്ചാൽ ഉൽപ്പത്തി മുതൽ യേശുവിനെക്കുറിച്ച് എന്തെല്ലാം പ്രവചനങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ കുരിശിൻ്റെ വഴിയിൽ, അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വായിക്കുന്നൊരു വചനമാണ്, ഒരുപാട് ആവർത്തിക്കുന്നൊരു വചനം. പ്രവാചകൻ വഴി അരുളി ചെയ്ത് പൂർത്തിയാകാനാണ് ഇങ്ങനെ സംഭവിച്ചത്, എഴുതപ്പെട്ടത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്, തിരുലിഖിതം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്, ആ പ്രവചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. എത്രയോ ആവർത്തി നമ്മൾ വായിക്കുന്നൊരു വചനമാണത്. കണ്ടോ, പൗലോസ് അപ്പസ്തോല പ്രവർത്തനം പറയുകയാണ്, അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയായപ്പോൾ. എന്ന് വെച്ചാൽ ഇനിയൊന്നും പൂർത്തിയാകാനില്ല. ഇനി ഒന്നും ബൈബിളിൽ ഒരു പ്രവചനവും പൂർത്തിയാകാനില്ല. ബൈബിളിൽ രക്ഷയുടെ പ്രവചനം എവിടെയെല്ലാം ഉണ്ടോ
അതെല്ലാം പൂർത്തിയായി. അവനെക്കുറിച്ചുള്ള എല്ലാ പ്രവചനവും പൂർത്തിയായി. രക്ഷകനെക്കുറിച്ചുള്ള എല്ലാ പ്രവചനവും പൂർത്തിയായി. ഇനി ഒന്നും പൂർത്തിയാകാനില്ല. അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി കല്ലറയിൽ സംസ്കരിച്ചു. ഇത് അപ്പസ്തലന്മാരിത് എഴുതി വയ്ക്കുമ്പോൾ അവർക്കറിയാം, അവരുടെ കൂടെ ആയിരുന്ന പൗൽ പറഞ്ഞത് മുഴുവനും അവർ കേട്ടതാണ്. അവർ സാക്ഷികളാണ്. അതുകൊണ്ടാണല്ലോ അപ്പസ്തലന്മാർ പറയുന്ന കാര്യമുള്ളൂ, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നു. അവർ സാക്ഷികളാണ്. വെറുതെ പറയുകയല്ല. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ, അതാണ് ഒരു സാക്ഷ്യത്തിൻ്റെ ക്രെഡിബിലിറ്റി. അതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ ആധികാരികത അതാണ്. വെറുതെ പറയുകയല്ല. അപ്പസ്തലന്മാർ വെറുതെ പറയുകയല്ല, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ വെറുതെ നോക്കിയതല്ല, ഞങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആ അപ്പസ്തലന്മാർ പറഞ്ഞു വയ്ക്കുകയാണ്, അവനെക്കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയായപ്പോൾ. എന്ന് വെച്ചാൽ ഇപ്പോഴവർക്ക് മനസ്സിലായത്, അവനിത് പറഞ്ഞിരുന്നു, അവനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനിത് പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ദേവാലയം നശിപ്പിക്ക്, ഞാനിത് 3 ദിവസങ്ങൾക്കുള്ളിൽ പുനരുദ്ധരിക്കും. അവനിത് പറഞ്ഞിരുന്നു. കണ്ടോ, അവൻ പറഞ്ഞതെല്ലാം അക്കമിട്ട് പൂർത്തിയാവുകയാണ്. അപ്പോൾ എല്ലാ പ്രവചനവും യേശുവിൽ പൂർത്തിയാകുന്നു. എല്ലാ പ്രവചനവും യേശുവിൽ. എന്ന് വെച്ചാൽ ഇനി മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ദൈവത്തിന് ചെയ്യാനില്ല. മനുഷ്യനത് സ്വീകരിച്ചാൽ മാത്രം മതി. ദൈവരാജ്യം ദൈവം കൊണ്ടുവന്നു, യേശുവിലൂടെ പൂർത്തിയാക്കി. ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി. ഇനി നമ്മളത് സ്വീകരിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവിടുത്തെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി കല്ലറയിൽ സംസ്കരിച്ചു. അപ്പോൾ രണ്ടാമത് നമുക്ക് വരുന്ന അർത്ഥം അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അവിടെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. മൂന്നാമത് പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ 4:34, ജോൺ ചാപ്റ്റർ 4:34. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എന്ന് വെച്ചാൽ ഈശോ കുരിശിൽ പറയുന്ന അടുത്ത കാര്യം ഇതാണ്, എൻ്റെ അയച്ചവൻ്റെ യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക, അവൻ്റെ ജോലി പൂർത്തിയാക്കുക, ഇതാണ് എൻ്റെ ഭക്ഷണം. എൻ്റെ ഭക്ഷണം അതാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് അവൻ വിനാഗിരി രുചിച്ചു എന്ന് പറയുന്നു. തെറ്റ്. അവിടെ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഭക്ഷണത്തെയാണ്. ഇത് എൻ്റെ ഭക്ഷണം, ഇത് പൂർത്തിയായി എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈശോ പറയുകയാണ്, അവൻ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. എവറിത്തിങ് ഈസ് കംപ്ലീറ്റഡ്, എല്ലാം ഫിനിഷ്ഡായി, എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥം. അപ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ? നമുക്കും ഈ ഒരു മനസ്സ് വേണം. ദൈവഹിതം പൂർത്തിയാക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം നമുക്കുണ്ടോ? എൻ്റെ ജീവിതത്തിൽ, ഒരു ദാമ്പത്യ ജീവിതത്തിലാണ് ഞാൻ, ഒരു കുടുംബ ജീവിതത്തിലാണ് ഞാൻ, ഒരു സമർപ്പിത ജീവിതത്തിലാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ, ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കാൻ ഞാൻ യേശുവിൻ്റെ അത്രയും കുരിശോളം ഞാൻ വളരണം. അതാണ് അർത്ഥം. യേശുവിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ കുരിശോളം വളരണം. അതാണ് പ്രിയപ്പെട്ടവരെ അതിന് മറ്റൊരർത്ഥം. ഞാൻ എല്ലാം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ എന്താ പൂർത്തിയാക്കിയത്? അവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുക എന്നതാണ് എൻ്റെ ഭക്ഷണം. അവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുക എന്നതാണ് അതാണ് ഞാൻ ചെയ്തത്. ഞാൻ പൂർത്തിയാക്കിയത്, ഞാൻ ഈ കുരിശിൽ കിടന്നുകൊണ്ട്, ഈ രക്തം വിയർത്തുകൊണ്ട്, ഈ രക്തം അവസാന തുള്ളി രക്തവും ചിന്തി ഈ കുരിശിൽ കിടന്ന് ഞാൻ പൂർത്തിയാക്കുന്നത് ദൈവഹിതമാണ് എന്ന് വച്ചാൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് യേശുവിലൂടെ, യേശുവിൻ്റെ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ ഇത്രയും നമ്മൾ സഹിക്കുന്നുണ്ടോ? കുരിശ് പഠിപ്പിക്കുന്നത് അതാ. ഇന്ന് നമുക്ക് നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തട്ടിമാറ്റുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, അല്ലേ? എത്ര
എത്രയോ നിസ്സാര കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ എത്രയോ പേരാണ് നിസ്സാര കാര്യങ്ങളിലാണ് ഈ നമ്മൾ നിസ്സാര സന്തോഷങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിസ്സാര സൗകര്യങ്ങൾക്ക് വേണ്ടി എത്രയോ പേര് പ്രിയപ്പെട്ടവരെ ദൈവഹിതത്തിൽ നിന്ന് മാറി നടക്കുന്നു, ദൈവഹിതത്തിൽ നിന്ന് മാറി നടക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഒരാൾ മരിക്കുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഒരാൾ അവസാനത്തുള്ള രക്തം വരെ ചിന്തുകയാണ്. ഇത് പഠിപ്പിക്കുന്നുണ്ട്. നീ നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, നിൻ്റെ സമർപ്പണ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, ദൈവത്തെ അനുസരിക്കാൻ ഇത്രയും നീ സഹിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ഒന്ന് താഴ്ന്നു കൊടുത്താൽ ഞാൻ പരാജയപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന ലോകത്തിൽ, പ്രിയപ്പെട്ടവരെ, അനുസരണം അത് എൻ്റെ യുക്തിക്കും എൻ്റെ യുക്തിക്കും എൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ തീരുമാനങ്ങൾക്കും കീഴിൽ വരുമ്പോൾ മാത്രം അനുസരിക്കാമെന്ന് പറയുന്ന ലോകത്തിൻ്റെ ശാസ്ത്രത്തിന് ഇത് മനസ്സിലാകില്ല. എൻ്റെ തീരുമാനങ്ങൾക്കും എൻ്റെ ഇഷ്ടങ്ങൾക്കും ഞാൻ പറയുന്ന ശരി, അത് നടക്കുമ്പോൾ അനുസരിക്കാം എന്ന് പറയുന്ന ഒരു പ്രത്യേക ലോകം. അതല്ല സുവിശേഷാത്മകത അനുസരണം എന്നത്. അതല്ല അനുസരണം എന്നത്. പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുക, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുക, അവിടുത്തെ ഹൃദം പൂർത്തിയാക്കുക. അതാണ് എൻ്റെ ഭക്ഷണം, അതാണ് പൂർത്തിയാകുന്നത്. അത് പൂർത്തിയാകാനാണ് അവൻ കുരിശോളം അവൻ സഹിച്ചത്, അവൻ മരണത്തോളം അവൻ സഹിച്ചത്, അവൻ മരണത്തോളം അനുസരണയുള്ളവനായി എന്ന് പറയുന്നുണ്ട്. ആ അനുസരണം അവൻ പൂർത്തിയാക്കുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഇന്ന് നമുക്ക് വരുന്ന ഏറ്റവും വലിയ അപകടം, പ്രിയപ്പെട്ടവരെ, അനുസരണത്തിന് നമ്മൾ മാനദണ്ഡങ്ങൾ വച്ചു. അതാണ് ഏറ്റവും വലിയ അപകടം എന്നത്. അതിനാൽ നമ്മൾ ചിന്തിക്കണം, നമുക്കനുസരിക്കാൻ പറ്റുന്നുണ്ടോ സഭയെ, സഭാധികാരികളെ? അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തെ അനുസരിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധിയുണ്ടോ? ഈശോ പറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുകയാണ് എൻ്റെ നിർബന്ധം. അതാണ്, എനിക്ക് വേറൊന്നുമില്ല, പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുക. നമുക്ക് ഇങ്ങനെയൊരു നിർബന്ധ ബുദ്ധിയുണ്ടോ? എൻ്റെ സമർപ്പിത ജീവിതത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാകട്ടെ, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് കരുതി അത് അംഗീകരിച്ച് അത് പൂർത്തിയാകട്ടെ എന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുവാനും അത് പൂർത്തിയാക്കുവാനുമുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് പഠിപ്പിക്കുകയാണ് ഈ വചനം നമ്മെ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കുന്ന ഒരു വചനം തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. 2 തിമോത്തി 4:7. നമ്മൾ കേട്ടില്ലേലും നമ്മളുടെ ശവസംസ്കാരം അടുക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കുന്നൊരു വചനമാണ്. നമ്മൾ ചിലപ്പോൾ കേൾക്കില്ല, പക്ഷേ മറ്റുള്ളവർ കേൾക്കും. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി നമ്മൾ ഓടുകയാണ്. ഇതാ നമ്മുടെ എല്ലാവരുടെയും ശവസംസ്കാര വേളയിൽ സഭ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് ഈ വചനം. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. നമ്മൾ പലപ്പോഴും പ്രാർത്ഥന കേൾക്കുന്നൊരു വചനം, ശവസംസ്കാര ശുശ്രൂഷയിൽ കേൾക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേര് ശവസംസ്കാരത്തിൻ്റെ കാർഡൊക്കെ അടിക്കുന്നൊരു വചനമാണ്, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശവസംസ്കാര വേളയിലൊക്കെ ഈ വചനം പറയും. എന്നാൽ നമ്മൾ ഓർക്കുക, നമ്മൾ നമ്മുടെ ഓട്ടം പൂർത്തിയാക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ആ വചനം ശ്രദ്ധിക്കുക. ഞാൻ നന്നായി പൊരുതി, ഞാൻ പൊരുതുന്നുണ്ടോ? തിന്മയ്ക്കെതിരെ ഞാൻ പൊരുതുന്നുണ്ടോ? ഈശോ തിന്മയോട് ഒരു കോംപ്രമൈസും ഇല്ല. ഈശോയ്ക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നില്ലേ? ഈശോയ്ക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? കുരിശ് ഒഴിവാക്കാമായിരുന്നു. കോംപ്രമൈസ് ചെയ്യുന്നില്ല. അതാണ് കുരിശ് പഠിപ്പിക്കുന്ന കാര്യം. കോംപ്രമൈസ് ഇല്ല, തിന്മയോട് കോംപ്രമൈസ് ഇല്ല, തിന്മയോട് പൊരുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൽ പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം പൈശാചികതയുടെ വരുന്നോ അവിടെയെല്ലാം പൈശാചികതയ്ക്കെതിരെ
പിശാചിനെതിരെ ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു ചിഹ്നമേ ഉള്ളൂ, അത് കുരിശാ. പിശാചിനെതിരെ ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു ചിഹ്നം അത് കുരിശാ. എന്ന് വെച്ചാൽ ആ വചനം, തിമോഥെയോസിന് എഴുതിയ വചനം എങ്ങനെയാണ്? ഞാൻ നന്നായി പൊരുതി, ഞാൻ നന്നായി യുദ്ധം ചെയ്തു, ഞാൻ നന്നായി പൊരുതി. ഇറ്റ് ഇസ് എ സ്ട്രഗിൾ. ക്രൈസ്തവ ജീവിതം ഒരു യുദ്ധമാണ്. ക്രൈസ്തവ ജീവിതം ഒരു പോരാട്ടമാണ്. ഞാൻ തിന്മയ്ക്കെതിരെ പോരാടുന്നുണ്ടോ? അതാണ് ക്രൈസ്തവ ജീവിതം. അതാണ് കുരിശ് പഠിപ്പിക്കുന്നത്. ഞാൻ പൂർത്തിയാക്കിയെന്ന് പറയുമ്പോൾ തിന്മയെ പൂർത്തിയാക്കിയെന്ന, തിന്മയെ ഇല്ലാതാക്കി. കണ്ടോ, കുരിശിൽ പൂർത്തിയാകുന്ന തിന്മയുടെ അധികാരമാണ്, തിന്മയുടെ സാമ്രാജ്യമാണ് തകരുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത് കൊളോസസ് 2:14, നമുക്ക് ദോഷകരമായിരുന്ന എല്ലാത്തിനെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. നമുക്ക് ദോഷകരമായിരുന്ന എല്ലാത്തിനെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. അവൻ അതിനെ ഓടിച്ചു, അവൻ അതിനെ നിഷ്കാസനം ചെയ്തു. നമുക്ക് ദോഷകരമായിരുന്ന എല്ലാ തിന്മയെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. അപ്പോൾ നമ്മളൊക്കെ നമ്മളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ കേൾക്കുന്നൊരു വചനം, ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന വചനം നമ്മൾ പ്രിയപ്പെട്ടവരെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വചനം, അത് മരിക്കുമ്പോൾ മാത്രം പറയേണ്ട ഒരു വചനമല്ലത്. ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. വിശ്വാസത്തിൽ ഒരു കുറവില്ല, വിശ്വാസം കാത്തു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ തിന്മയോട് നമ്മൾ പൊരുതുന്നുണ്ടോ? അതോ തിന്മയോട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ? നമ്മൾക്കറിയാം, നോയമ്പ് കാലഘട്ടം എന്നത് തന്നെ ഉദ്ദേശിക്കുന്നത് തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ അതൊരു കാലഘട്ടത്തിൽ മാത്രം സംഭവിക്കുന്നതാണോ? അത് ആ തിന്മയെ അതിജീവിക്കൽ എൻ്റെ ജീവിതത്തിൽ തുടരുന്നുണ്ടോ? തിന്മയെ ഓടിക്കുന്നുണ്ടോ? ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എത്രയോ ഇടങ്ങളിൽ ആ തിന്മയോട് കോംപ്രമൈസ് ചെയ്യുന്നത്. തിന്മ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പൊരുതൽ, ഒരു ഓട്ടം നമുക്കുണ്ടോ? എൻ്റെ കുടുംബത്തിൽ തിന്മ വരരുത്, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ തിന്മ വരരുത്, തിന്മ എൻ്റെ ജീവിതത്തെ തുടരുത്, തിന്മ എൻ്റെ ജീവിതത്തെ തൊടാതിരിക്കാനുള്ള ഒരു നിതാന്തമായ ശ്രമം നമുക്കുണ്ടോ? ഇതാണ് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം. അതാണ് തിന്മയിൽ വീണോ എന്നതല്ല അവിടെ അതിലൊരു പോരാട്ടമുണ്ടോ? നീ നിൻ്റെ ജീവിതത്തിൽ തിന്മയോട് കോംപ്രമൈസ് ചെയ്തൊരു വ്യക്തിയാണോ? പോരാടിയെന്നാണ് വചനം പോലും പറയുന്നത്, പോരാടിയെന്നാണ് അല്ലേ? ആ വചനം ശ്രദ്ധിക്കും, ഞാൻ നന്നായി പൊരുതിയെന്നാണ്. അവിടെ അവൻ ആ പൊരുതിൽ ജയിച്ചു എന്നതല്ല, ഞാൻ ജയിച്ചു എന്നല്ല പറയും, ഞാൻ പൊരുതി എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തിന്മയോട് പൊരുതി, തിന്മയോടൊരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല, തിന്മയോട് കോംപ്രമൈസ് ഇല്ല. വചനം പറയുന്നു, എൻ്റെ ഓട്ടം പൂർത്തിയാകുന്നുണ്ടോ എന്ന് വെച്ചാൽ, ഓട്ടം എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ അത് പൂർത്തിയാക്കാനുള്ള ഒരോട്ടം എനിക്കുണ്ടോ? എൻ്റെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കണം. നമ്മൾ ഓർക്കുക, അത് ഓരോരുത്തർക്കും ഉണ്ട്. ദൈവം അതാണ് നോക്കുന്നത്, നിന്നെ ഏൽപ്പിച്ചതെവിടെ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിന്നെ ഏൽപ്പിച്ചതെവിടെ? ദൈവം കണക്ക് ചോദിക്കുന്നവനായിട്ടാണ് പ്രിയപ്പെട്ടവരെ വരും നാളിൽ ദൈവം രണ്ടാം വരവിൽ കണക്ക് ചോദിക്കുന്നവനായിട്ടാണ് സുവിശേഷം ചിലയിടങ്ങളിലെങ്കിലും പരിചയപ്പെടുത്തുന്നത്. ദൈവം നമ്മളോട് അക്കൗണ്ടബിളായിരിക്കുക. നമ്മൾ പ്രിയപ്പെട്ടവരെ ആ കണക്ക് ബോധിപ്പിക്കുക, നിൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കുക. ആ താലന്ത് കൊടുക്കുമ്പോൾ ഭൃത്യന്മാരോട് പറയുന്നില്ലേ, നിങ്ങളുടെ കണക്ക് ബോധിപ്പിക്കുക. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ലൈഫ് അക്കൗണ്ടബിളായിരിക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ അക്കൗണ്ടബിളായിരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കേണ്ട ഒരു പൗരോഹിത്യം വഴി, ഒരു ദാമ്പത്യ ജീവിതം വഴി, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ, ഒരു ഇടവക വികാരി എന്ന നിലയിൽ, ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ഒരു പുരോഹിത ശ്രേഷ്ഠൻ എന്ന നിലയിൽ നീ പൂർത്തിയാക്കേണ്ട കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം പറയുക, പൂർത്തിയാക്കി. എന്നിട്ട് വചനം പറയുക, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. അതാണ് ഈശോ പറയുക, എല്ലാം പൂർത്തിയായി. കുരിശിൽ ഈശോ പറയുന്നൊരു കാര്യം, എല്ലാം പൂർത്തിയായി. അപ്പോൾ
ഇത് നമുക്ക് നൽകുന്ന ആത്മീയ പാഠങ്ങൾ എന്താണ്? ഒന്ന്, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഞാൻ ഈ രക്ഷ സ്വീകരിക്കുക. എനിക്ക് വേണ്ടിയുള്ള ഒന്നാമത്തെ കാര്യം, ഈ രക്ഷ കുരിശിൽ പൂർത്തീകരിച്ചു. ഞാൻ ആ നല്ല കള്ളനെ പോലെ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ രക്ഷ സ്വീകരിക്കുക. ദൈവമേ, ഞാൻ പാപിയാണ്, ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ, ദൈവമേ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണ് നീ ചെയ്തത്, നീ എനിക്ക് വേണ്ടി രക്ഷ പൂർത്തിയാക്കി, ആ രക്ഷയാൽ എന്നെ നിറയ്ക്കണമേ. ഇതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതാ എല്ലാ പ്രവചനവും പൂർത്തിയായി, ഇനി ഒരു പ്രവചനവും പൂർത്തിയാകാനില്ല. മൂന്നാമത്, ഇതാ എൻ്റെ ജീവിതത്തിലും എനിക്കും പറയാൻ പറ്റുന്നുണ്ടോ ഞാനെല്ലാം പൂർത്തിയാക്കിയെന്ന്? ദൈവം ഏൽപ്പിച്ചത്, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറയാൻ കുരിശോളം നമ്മൾ വളരണം. അങ്ങനെ പറയാൻ നമുക്ക് മരണത്തോളം സഹിക്കേണ്ടി വരും. എങ്കിലും അങ്ങനെ പറയാൻ പഠിപ്പിക്കണമേ എന്നതാണ് നമ്മളുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിക്കുന്ന വചനം നമ്മൾ ധ്യാനിച്ചതാണ് യോഹന്നാൻ്റെ സുവിശേഷം 4:34 വചനം. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുകയും പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ആവർത്തിച്ച് നമ്മൾ പറയേണ്ട വചനം, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. യേശു പറഞ്ഞ ഈ വചനം നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ആ അഭിഷേകത്തിലേക്ക് വരട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 4:34 വചനം, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന,
ആത്മാവിലും സത്യത്തിലും ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന യാഹ്വേ ദൈവത്തിന് ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ പൂർണ്ണമായും വിശുദ്ധ കുർബാനയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. വചനം പറയുന്നുണ്ട്, 2 കൊറിന്തോസ് 1:20, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. വീണ്ടും വചനം പറയുന്നു, ദൈവത്തിൻ്റെ മഹത്വം മുഴുവനും അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ഈ നിമിഷം ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും മധ്യത്തിലേക്ക് ഇറങ്ങി വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മധ്യേ വസിക്കുന്ന ദൈവമാണ്. അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്. യേശുവേ, അങ്ങ് ഈ പീഡകളെല്ലാം സഹിച്ചത്, അങ്ങ് കുരിശിൽ ഇതുപോലെ ബലിയായത്, അങ്ങ് ഉദ്ധാനം ചെയ്തത്, അങ്ങ് അപ്പമായത് എല്ലാം ഞങ്ങളുടെ കൂടെ വസിക്കാനാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരും എന്ന അങ്ങയുടെ വാഗ്ദാനമോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഒപ്പം വരും എന്ന വാഗ്ദാനമോർത്ത് ഈശോയെ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. യേശുവേ, ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും മനസ്സിനെ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്, ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്, ദൈവസ്നേഹത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ. ദൈവസ്നേഹം ഞങ്ങളിലേക്ക് നിറയട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ജീവിതത്തിൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് 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 ക്രിസ്തുവേശുവിൽ. ആമേൻ, ആമേൻ, ആമേൻ. തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് 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 ക്രിസ്തു യേശുവിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഇതാ കുരിശിൽ കിടന്ന് ഈശോ പറയുന്നു, എല്ലാം പൂർത്തിയായി. പ്രിയപ്പെട്ടവരെ, ബൈബിൾ രക്ഷകനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം പൂർത്തിയാവുകയാണ്. തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഇതാ ഈശോയെ, ഞങ്ങൾ നിന്നിലേക്ക് നോക്കി, ഞങ്ങൾ നിന്നിലേക്ക് നോക്കി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പ്രവാചകന്മാരിലൂടെ എന്തെല്ലാം പറഞ്ഞു വച്ചുവോ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്തെല്ലാം സംസാരിച്ചുവോ, യേശുവേ,
അതെല്ലാം ഇപ്പോൾ നിന്നിൽ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നിന്നിൽ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, പ്രവാചകന്മാർ വഴി എന്തെല്ലാം വാഗ്ദാനങ്ങൾ ദൈവം പറഞ്ഞു വച്ചുവോ അതെല്ലാം നിന്നിൽ കണ്ട് പ്രാർത്ഥിക്കുന്നു. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഈ പ്രവചനം യേശുവേ ഇപ്പോൾ ഞങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതാ ഞങ്ങൾ അങ്ങയിലേക്ക് നോക്കി രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവചനങ്ങളും അവൻ പൂർത്തിയാക്കി. അപ്പസ്തോല പ്രവർത്തനം 13:29 അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി. അവനെക്കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി. ആ പ്രവചനങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ ഇതാ യേശുവേ, ഞങ്ങൾക്ക് മുമ്പിൽ അങ്ങ് ദിവ്യകാരുണ്യമായി നിൽക്കുന്നു. ഞങ്ങൾക്ക് മുമ്പിൽ അങ്ങ് ദിവ്യകാരുണ്യമായി നിൽക്കുന്നു. യേശുവേ, എനിക്ക് വേണ്ടിയാണ് അങ്ങ് ഈ ബലി പൂർത്തിയാക്കിയത്. എന്നെ പ്രതിയാണ് അങ്ങ് ഇത്രയും സഹിച്ചത്. യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും ദിവ്യകാരുണ്യത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മെ പൂർണ്ണമായും ഏതെല്ലാം മേഖലയിൽ നമ്മൾ ഭാരപ്പെടുന്നുവോ, ഏതെല്ലാം മേഖലയിൽ നമ്മൾ അസ്വസ്ഥപ്പെടുന്നുവോ, പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കുമുള്ള രക്ഷ യേശു കുരിശിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഒന്നും ചെയ്യുവാനില്ല. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുവാനില്ല. രക്ഷ പൂർത്തിയാക്കി. ഈ രക്ഷയോട് ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്ന കർത്താവേ, ഈ രക്ഷയോട് ഞങ്ങളുടെ കുടുംബത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇനി മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. അങ്ങ് പിതാവിനോട് പറയുകയാ, പിതാവേ, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. ഇതാ എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഇനി മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. ഇനി അവന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല. അവന് പാപത്തിലൂടെ വന്ന ശിക്ഷ മുഴുവനും ഞാൻ ആ ശിക്ഷ ഏറ്റെടുത്ത് എൻ്റെ ശരീരത്തിൽ സ്വീകരിച്ച് ഞാൻ ആ ശിക്ഷയ്ക്ക്, ആ മനുഷ്യന്റെ പാപത്തിന് മുഴുവനും ഞാൻ പരിഹാരം ചെയ്തു. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ഞാൻ എന്നിൽ പൂർത്തിയാക്കി. ഇതാണ് ഈശോ പറയുന്നത്. ആ യേശുവിലേക്ക് നമുക്ക് നോക്കാം. ആ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നമ്മെ സമർപ്പിച്ച് നമുക്കൊന്ന് ഈശോയെ ആരാധിക്കാം. ഇതാ ഈ ഭൂമിയിൽ ആരെല്ലാം ജനിച്ചുവോ, ഈ ഭൂമിയിൽ ഇനി ആരെല്ലാം ജനിക്കുമോ, ഈ ഭൂമിയിൽ ഇപ്പോൾ ആരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ, അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷ യേശു പൂർത്തിയാക്കി. ആ രക്ഷയോട് ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന, ഒരുപാട് വേദനയിലും ദുഃഖത്തിലും കഴിയുന്ന, രക്ഷ എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ചിന്തിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും യേശുവേ ഈ രക്ഷയോട് ചേർത്ത് വെച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ, രക്ഷക രക്ഷിക്കണേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള രക്ഷ യേശു പൂർത്തിയാക്കി. യേശു പറഞ്ഞു, പിതാവേ, എല്ലാം പൂർത്തിയായി. ഈ രക്ഷ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, ഈ യേശുവിനെ എൻ്റെ ഏകരക്ഷകനായി സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ രക്ഷ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടോ? യേശു കാൽവരിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയ രക്ഷ ഇന്നും വിശുദ്ധ കുർബാനയിലൂടെ, ഇന്നും കൂദാശകളിലൂടെ ആ രക്ഷ എന്നിലേക്ക് വരുമ്പോൾ യോഗ്യതയോടെ ആ രക്ഷ ഞാൻ സ്വീകരിക്കുന്നുണ്ടോ? ആ രക്ഷ എൻ്റെ ഉള്ളിൽ, ആ രക്ഷ ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ, ആ രക്ഷ എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടിയുള്ള രക്ഷ, എനിക്ക് വേണ്ടിയുള്ള നന്മ ദൈവം പൂർത്തിയാക്കിയതാണ്. പക്ഷേ ഞാൻ ആ രക്ഷ സ്വീകരിക്കാതെ, ഞാൻ ആ രക്ഷയ്ക്ക് എന്നെ തന്നെ സമർപ്പിക്കാതെ, ഞാൻ ഇപ്പോഴും പല ബന്ധനങ്ങളിലും യേശുവെ കുടുങ്ങിക്കിടക്കുന്നു. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് പൂർത്തിയാക്കിയ രക്ഷ കടന്നു വരുവാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് തടസ്സം?
ആ രക്ഷ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും കടന്നു വരുവാൻ, ആ രക്ഷയിൽ ഞാൻ പങ്കാളിയാകുവാൻ യേശുവേ എന്താണ് തടസ്സം? ആ രക്ഷ എൻ്റെ ഉള്ളിൽ കടന്നു വരുവാൻ ഞാൻ എങ്ങനെയാണ് മാറേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇതാ ഒരാൾ പോലും നഷ്ടപ്പെടാതിരിക്കുവാൻ, അവനിൽ വിശ്വസിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കുവാൻ അവിടുന്ന് തൻ്റെ ഏകജാതനെ നൽകി. അവിടുന്ന് തൻ്റെ ഏകജാതനെ നൽകിയത് അവരെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, അവർ വഴി എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ. എന്നാൽ പ്രകാശം ലോകത്തിലേക്ക് കടന്നു വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. യേശുവേ, ഈ രക്ഷ അങ്ങ് പൂർത്തിയാക്കിയിട്ടും ഓരോ ദിവസവും ഈ രക്ഷയായി എൻ്റെ മുമ്പിൽ വന്നിട്ടും ഞാൻ അന്ധകാരത്തിൻ്റെ സന്തോഷങ്ങളെ തേടിപ്പോകുന്നുവെങ്കിൽ യേശുവേ, ഈ നിമിഷം എനിക്ക് വിടുതൽ നൽകണമേ. യേശുവേ, ഈ രക്ഷ കടന്നു വരുവാൻ എൻ്റെ പാപങ്ങളാണ് തടസ്സമെങ്കിൽ അത് വിശുദ്ധീകരിക്കണേ കർത്താവേ. എൻ്റെ തഴക്കദോഷങ്ങളാണ് തടസ്സമെങ്കിൽ വിശുദ്ധീകരിക്കണമേ കർത്താവേ. അങ്ങയിലൂടെ പൂർത്തിയാക്കിയ പിതാവേൽപ്പിച്ച ആ ജോലി, സകല മനുഷ്യരുടെയും രക്ഷ, അത് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ എന്താണ് എന്നിലെ തടസ്സം? അല്പനേരത്തെ ലോകസുഖങ്ങൾ തേടിപ്പോകുന്ന എൻ്റെ മനസ്സ്, അല്പനേരത്തെ സന്തോഷങ്ങൾ തേടിപ്പോകുന്ന എൻ്റെ മനസ്സ്, യേശുവേ അത് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്ന ഞങ്ങളുടെ മനസ്സ്, പല കാര്യങ്ങളാൽ അടിമപ്പെട്ടു പോയ ഞങ്ങളുടെ മനസ്സ്, വെറുപ്പിനാൽ, ഭയത്താൽ, അഹങ്കാരത്താൽ, അസൂയയാൽ, കോപത്താൽ ഒക്കെ അടിമപ്പെട്ടു പോയ ഞങ്ങളുടെ മനസ്സ്, യേശുവേ ഇതാണ് രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. എന്നിലും എൻ്റെ കുടുംബത്തിലും യേശു പൂർത്തിയാക്കിയ രക്ഷ, യേശു പൂർത്തീകരിച്ച രക്ഷ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എന്നിലുള്ള തടസ്സം എന്താ? യേശുവേ, നീ വിശുദ്ധീകരിക്കണേ, നീ വിശുദ്ധീകരിക്കണേ. ആ തടസ്സങ്ങളെ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ ഈ രക്ഷ അനുഭവിക്കുവാൻ തടസ്സമായി എന്നിലും എൻ്റെ കുടുംബത്തിലും ലോകം മുഴുവനിലുമുള്ള എല്ലാ തടസ്സങ്ങളെയും യേശുവെ വിശുദ്ധീകരിക്കാൻ കുരിശിനോട് ചേർത്ത്, ബലിയോട് ചേർത്ത് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ യേശുവിലൂടെ പിതാവ് പൂർത്തിയാക്കിയ രക്ഷ കടന്നു വരുവാനുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകുവാൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പല പൈശാചിക ബന്ധനങ്ങളിൽ, ആസക്തികളിൽ, ബന്ധനങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും യേശുവെ സമർപ്പിക്കുന്നു. കൽപ്പനകൾക്കെതിരായിട്ട് നിൽക്കുന്ന, ദൈവകൽപ്പനകൾക്ക് വിരോധമായിട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് തലമുറകളെ ബാധിക്കുന്ന കൽപ്പനകൾ തെറ്റി നിൽക്കുന്ന കുടുംബങ്ങളെ യേശു വിശുദ്ധീകരിക്കണമേ. നമുക്കൊരു നിമിഷം കരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൻ്റെ വിടുതൽ വരട്ടെ, യേശുവിൻ്റെ നാമത്തിൻ്റെ വിടുതൽ വരട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, യേശുവേ എന്ന് അതിരം തുറന്ന് ഏറ്റുപറയുന്ന സമയം, യേശുവേ എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന സമയം, ഈ നിമിഷം എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവേ, ഏതെല്ലാം മേഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നുവോ, ഏതെല്ലാം മേഖലയിൽ ബന്ധനങ്ങൾ ഉണ്ടാകുന്നുവോ, ഏതെല്ലാം മേഖലയിൽ യേശുവേ ഞങ്ങൾ കുറവുകളും ബന്ധനങ്ങളും അനുഭവിക്കുന്നുവോ, അതെല്ലാം യേശുവേ മാറിപ്പോകട്ടെ. യേശുവേ, 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 യേശുവേ. രക്ഷകാ, രക്ഷിക്കണേ, 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 രക്ഷകാ, രക്ഷിക്കണേ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ സ്വകാര്യതയിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് നോക്കാം. എന്താണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും യേശുവിൻ്റെ രക്ഷ സ്വീകരിക്കാൻ തടസ്സം? ആ രക്ഷ ദൈവം നൽകുന്ന വലിയ സന്തോഷമാണ്. ആ രക്ഷ ദൈവം നൽകുന്ന വലിയ സമാധാനമാണ്. ആ രക്ഷ ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണ്. ആ രക്ഷ ദൈവരാജ്യാനുഭവമാണ്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ
സമർപ്പണ ജീവിതത്തിൽ, എൻ്റെ വൈദിക ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്താണ് എന്നിലുള്ള തടസ്സം? എവിടെയാണ് ഞാൻ ഈ രക്ഷയിൽ നിന്ന് അകന്നു നിൽക്കുന്നത്? ഈ രക്ഷയിൽ നിന്ന് എന്നെ അകറ്റുന്ന കുറവേതാണ്? ഇതിൻ്റെ പാപമാണോ? എന്നിലെ വെറുപ്പിൻ്റെ മേഖലയാണോ? എന്നിലെ ആന്തരിക മുറിവുകളാണോ? എൻ്റെ ഉള്ളിൽ എനിക്ക് ഈ രക്ഷയുടെ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? കർത്താവേ, വരും ദിനങ്ങളിൽ എന്നെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കുവാൻ, എൻ്റെ ദാമ്പത്യ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ, എൻ്റെ സമർപ്പണ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ യേശുവിലേക്ക് നോക്കി യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് എന്നെ വിശുദ്ധീകരിക്കുവാൻ എന്നെ പഠിപ്പിക്കണേ. യേശുവെ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, ഒരുപാട് പേര് ഇങ്ങനെ ഭാരപ്പെടുന്നുണ്ട്. എൻ്റെ കുടുംബത്തിലൊരു സന്തോഷമില്ല, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമില്ല, ഒരു സമാധാനം കുടുംബത്തിലില്ല, ഒരു സമാധാനം എൻ്റെ വ്യക്തി ജീവിതത്തിലില്ല, ഒരു പീസ്, ഒരു ജോയ് എൻ്റെ ഉള്ളിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. യേശുവേ, ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ ഒരു മുറിയിൽ താമസിക്കുന്നു, ഒരു വീട്ടിൽ താമസിക്കുന്നു, ഒരേ ഭക്ഷണം കഴിക്കുന്നു, ഒരു കൂരയ്ക്ക് കീഴെ, ഒരു റൂഫിന് കീഴെ ഞാൻ താമസിക്കുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്കിടയിൽ ഒരു സ്നേഹമില്ല, ഞങ്ങൾക്കിടയിൽ ഒരു സന്തോഷമില്ല, ഞങ്ങൾക്കിടയിൽ ഒരു ഐക്യമില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അപ്പോഴും ഉള്ളിൽ ഒരു ആന്തരിക സന്തോഷം, സമാധാനമില്ല. യേശുവേ, ഈ ആന്തരിക സന്തോഷം, സമാധാനത്തിന് ഞങ്ങൾ എന്തെല്ലാം തടസ്സമായോ അതെല്ലാം നമ്മൾ സമർപ്പിക്കുക. ഒരിക്കൽ കൂടി അത് സമർപ്പിച്ച്, എനിക്കറിയാം ഇതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത്. എനിക്കെങ്ങനെ സ്നേഹത്തിലും വിശുദ്ധിയിലും വളരാൻ സാധിക്കും? എനിക്കെങ്ങനെ സ്നേഹമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ജീവിക്കാൻ സാധിക്കും? ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ. നാഥാ നീ മാറ്റണമേ, യേശുവേ എന്നെ നീ മാറ്റണമേ, ഓ ജീസസ്, പൂർണ്ണമായി മാറ്റണമേ, സ്വന്തമായി മാറ്റണമേ. നാഥാ നീ മാറ്റണമേ, എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, സ്വന്തമായി മാറ്റണമേ. 2 തിമോത്തി 4:7. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടോ? ഈശോ പിതാവിനോട് പറഞ്ഞതുപോലെ, പിതാവ് എല്ലാം പൂർത്തിയായി. എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ്, ഒരു ഭാര്യ എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഞാൻ പൂർത്തിയാക്കുന്നുണ്ടോ? ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു സമർപ്പിത എന്ന നിലയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കാനും അത് പൂർത്തിയാക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം പൂർത്തിയാക്കാൻ, ദൈവം എൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നതെല്ലാം പൂർത്തിയാക്കാനുള്ള കൃപ യേശുവേ ഞങ്ങൾക്ക് നൽകണേ. പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് പിതാവിൻ്റെ മുമ്പിൽ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വചനം. യോഹന്നാൻ 4:34. യേശുവേ, ആ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിലും നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ്. യേശു കണ്ടത്, യേശു ജീവിച്ചത് പിതാവിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചാണ്. ഈശോ നമ്മളോട് പറയുന്നു, മക്കളെ,
ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, ദൈവത്തിൻ്റെ ജോലി പൂർത്തിയാക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു വൈദികൻ എന്ന നിലയിൽ, ഒരു സമർപ്പിത എന്ന നിലയിൽ നീ ചെയ്യുന്നതെല്ലാം ദൈവമേൽപ്പിച്ചതായിട്ട് കാണുക, ദൈവമേൽപ്പിച്ചതായിട്ട് കണ്ട് ചെയ്യുവാൻ നീ ഇപ്പോൾ ചെയ്യുന്നു. ഒരു പക്ഷേ നീ ആരോഗ്യം ഇല്ലാതെ, ഒന്നും ചെയ്യാൻ ആരോഗ്യമില്ലാതെ ഒരു കിടക്കയിലാണെന്ന് വിചാരിക്കുക. ഈ കിടക്കയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ലേ? ചിലപ്പോൾ നീ ആ കിടക്കയിൽ കിടന്ന് ചൊല്ലുന്നൊരു പ്രാർത്ഥനയായിരിക്കാം ദൈവം നിന്നെ ഈ രോഗാവസ്ഥയിൽ ഏൽപ്പിക്കുന്ന ജോലി. ഒരു പക്ഷേ വീട്ടിലൊറ്റയ്ക്കായിരിക്കുമ്പോൾ ഒന്നും എനിക്ക് ചെയ്യാനില്ല, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഞാൻ കഴിക്കുന്നു, എനിക്കൊന്നും ചെയ്യാനില്ല. ഒരു പക്ഷേ വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്നവർ ഈ ശുശ്രൂഷ കാണുന്നുണ്ട്. നിനക്ക് ഒരു പക്ഷേ ഒന്നുമില്ല, മക്കൾ ജോലി ചെയ്യുന്നു, അവർ വിദേശത്താണ്, അല്ലെങ്കിൽ അവർ വേറെ ഇടങ്ങളിലാണ്, നീ ഭക്ഷണം ഉണ്ടാക്കുന്നു, നീ കഴിക്കുന്നു. എന്നാൽ നിനക്കൊരു ദൈവരാജ്യ വേലയുണ്ട് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ആ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലും നിനക്ക് പ്രാർത്ഥിക്കാം. അതിനാൽ ദൈവമേ, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യാൻ കൃപ തരണമേ. ആ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കാം. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രക്ഷ ഞങ്ങൾക്ക് ദാനമായി നൽകിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിടുതൽ ഞങ്ങൾക്ക് സ്വന്തമായി നൽകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം യോഹന്നാൻ 4:34. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം.